പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം സജി കെ എന്ന് പറഞ്ഞ ഒരാള് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പോസ്റ്റ്. സജികുമാർ കെ എന്നും പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സാധാരണ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ഈ പേര് കണ്ടുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേന് സജി കെ എന്ന് പറഞ്ഞ ആള് നേരത്തെ ബാലഗോകുലത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ഇപ്പൊ അദ്ദേഹം സംസ്ഥാന പൊതു കാര്യദർശിയാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണ ഇങ്ങനെ അതുപോലെ ഒരാൾ ഇട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പോസ്റ്റിനെ പറ്റി വിശദമായിട്ട് ഒന്ന് നോക്കിയത്. നമുക്കറിയാം, പുതുപ്പള്ളിയിലൊക്കെ നേരത്തെ ഇലക്ഷനൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ബി ജെ പിയുടേതായിട്ടുള്ള ശക്തി പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിലാണേലും ഒരു പ്രതിപക്ഷവും നല്ല നിലയിൽ 2ാം സ്ഥാനത്ത് വന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നത് BJP ആണ്. അതുപോലെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ BJPയുടെ ഒരുപാട് സ്ഥലങ്ങൾ ശക്തി കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ എന്താ സംഭവിച്ചതെന്ന് ഇപ്പം മനസ്സിലാകുന്നില്ല. കാരണം BJP ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പൊ ഈ 2 പ്രാവശ്യം ആദ്യത്തെ ഒരു ഘട്ടം BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, 2ാം ഘട്ടം പ്രഖ്യാപിച്ചിട്ടും പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയില്ല. അപ്പൊ ഞാനത് കഴിഞ്ഞ ദിവസവും ചിന്തിച്ചു, ഇത് എന്ത് പറ്റി ഇങ്ങനെ ഇത് വരാൻ കാരണം നമുക്കറിയാം 2016 ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് മത്സരിച്ചത് നമ്മുടെ ജോർജ് കുര്യനാണ്, നമ്മുടെ കേന്ദ്രമന്ത്രി. അപ്പൊ അദ്ദേഹം പിടിച്ചത് ഏറെക്കുറെ 15,900 വോട്ടുണ്ട്, 16,000 വോട്ടോളം അദ്ദേഹം അന്ന് പിടിച്ചതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പള്ളിയില് N ഹരി മത്സരിച്ച സമയത്ത് ഏറെക്കുറെ 12,900 വോട്ടെങ്ങാണ്ട് ആ സമയത്ത് N ഹരി പിടിച്ചതാണ്. അതിനുശേഷം പിന്നെ കണ്ടത് നമ്മുടെ ബൈ ഇലക്ഷൻ നടന്ന സമയത്ത് ചാണ്ടി ഉമ്മനും ജയിക്കും തമ്മിലുള്ള മത്സരം നടന്ന സമയത്ത് അന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ലിജിനാണ് ഇവിടെ മത്സരിച്ചത്. ലിജിൻ മത്സരിച്ചപ്പോഴത്തേന് വോട്ട് പോയെന്ന് പറഞ്ഞാൽ നേരെ പകുതിയിൽ താഴോട്ടങ്ങ് പോയി. 6,700 വോട്ടെങ്ങാണ്ടാണ് അന്ന് ലിജിൻ പിടിച്ചത്. എന്ന് പറഞ്ഞാൽ 7,000 താഴെ വോട്ടാണ് പിടിച്ചത്. അത് ഓരോ വർഷം ചെല്ലുന്തോറും BJPയുടെ വോട്ട് താഴോട്ടാണ് പോകുന്നത്. കാരണം ഇന്ത്യ എന്ന മഹാരാജ്യം മുഴുവൻ BJP നിറഞ്ഞു നിൽക്കുമ്പം മറ്റുള്ള എല്ലായിടത്തും ഇലക്ഷൻ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ BJPയുടെ ഗ്രാഫ് അങ്ങ് ഉയർന്നു പൊക്കോണ്ടിരിക്കുന്ന സ്ഥാനത്ത് പുതുപ്പള്ളിയിൽ നേരെ താഴോട്ട് ഗ്രാഫ് പോകുന്ന ഒരു കാഴ്ചയിലേക്കാണ് വന്നിരിക്കുന്നത്. അത് എന്താ സംഭവിച്ചെന്നുള്ളത് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതുവരെ ഇപ്പം BJPക്ക് ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ചോദിച്ചത്, ഞങ്ങൾക്ക് NDAക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ തരുവും ചോദിച്ച്. ആ ഒരു അവസ്ഥയിലേക്ക് വരെ BJP താന്നു പോയ ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അപ്പം പുതുപ്പള്ളിയിൽ ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടില്ല. കാരണം ഇവർക്കറിയാം, ഇനിയിപ്പം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് 6,700 ഈ പ്രാവശ്യം ഒരു 5,000 പോലും കിട്ടത്തില്ലെന്നറിയാം. വെറുതെ കഷ്ടപ്പെടുവാന്നും അറിയാം. അതുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് ആരും ബലിയാടാകാൻ തയ്യാറാകാതെ നിൽക്കുന്നത്. അപ്പൊ അതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കണ്ടുവരുന്നത്. എന്നാലും ഇതുവരെ ഇനിയിപ്പം ഒരാൾ വന്നാൽ പോലും ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല, അതിനൊക്കെ വർക്ക് ചെയ്ത് അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ട് നടന്നിട്ടൊന്നും ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടായിരിക്കും BJP ഈ പ്രാവശ്യം പുതുപ്പള്ളിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തെന്ന് തോന്നുന്നു.